ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം. റാവുത്തർ സ്റ്റൈൽ ഒരു ബിരിയാണി കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം കുറച്ച് സ്പൈസി ആട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ സാധാരണ എൻ്റെ ബിരിയാണിയിൽ അത്ര സ്പൈസി ഉണ്ടാവാറില്ല. അപ്പോൾ ഇത് നല്ല നല്ല സ്പൈസിയാണ്. അപ്പം എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു വലിയ ബിരിയാണിക്ക് ഉണ്ടാക്കാൻ പറ്റിയ വലിയൊരു പാത്രം എടുക്കാം. എന്നിട്ട് അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല നെയ്യ്, 1/2 kg ഉണ്ടെങ്കിൽ 1/2 kg, പിന്നെ ഒരിത്തിരി ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ മസാലകളൊക്കെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു 15 ചെറിയുള്ളി ചെറുതായിട്ട് മുറിച്ചതും ഒരു 3 വെല്ലുള്ളി ഒരു സ്ലൈസായിട്ട് മുറിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും ഒരു വലിയ ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം 3 വലിയ ടൊമാറ്റോയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ട്, അതും ടൊമാറ്റോയും ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടി നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളറാവണം കേട്ടോ. ഇത് നമുക്ക് പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ ചതച്ചിട്ട് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതൊന്ന് ഇളക്കുക. പിന്നെ നമുക്ക് വലിയ ടേബിൾ സ്പൂൺ 2 വലിയ ടേബിൾ സ്പൂൺ ചില്ലി, കാശ്മീരി ചില്ലിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാല ഓർ ബിരിയാണി മസാല എന്തായാലും അതിട്ട് കൊടുക്കുക. അതും ഇതേപോലെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു ചിക്കൻ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ചെറിയ ചിക്കൻ, ഒരു മീഡിയം ചിക്കനാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, ഒരു 1/2 കപ്പ് അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് അതും ഇളക്കി കൊടുക്കുക. ഇനി ചിക്കൻ തന്നെ നമുക്കൊരു ഇത്തിരി വെള്ളം വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതാവുമ്പോൾ തന്നെ റെഡിയാവും. അതിന് ശേഷം നമുക്ക് 2 വലിയ ടേബിൾ സ്പൂൺ യോഗേർട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ തൈര് പുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക. തുറന്ന് നോക്കുമ്പോൾ അത് അങ്ങനെ ഉണ്ടാവും. ആ ടൈമിൽ ഞാനിവിടെ 4 മെഷറിങ് കപ്പില്ലേ, അത് 4 കപ്പാട്ടോ എടുത്തത്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ആ ഒരു മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കൈമ റൈസ് ആട്ടോ എടുത്തത്. 4 കപ്പിന് 8 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് മിൻറ്റ് ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് ഇതെല്ലാം ഇളക്കി ഒന്ന് ഇതാക്കി സെറ്റാക്കി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കൈമാരി എടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടെ, കുറച്ചൊരു ലുക്ക് വരും. വീണ്ടും അടച്ച് വേവിച്ചിട്ട് ഒന്നൊന്ന് ഇളക്കി കൊടുക്കുക. എന്നാൽ സൈഡിലെ ചോറൊക്കെ ഒന്ന് ഇങ്ങനെ എല്ലാ ഇതിന്നും മസാല ഒന്ന് പിടിക്കും. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും തുറന്ന് നോക്കുക, വീണ്ടും ഇളക്കി കൊടുക്കുക. നമ്മൾ ഏകദേശം സെറ്റായി വരുന്നുണ്ട് നമ്മൾ ബിരിയാണി. നമുക്ക് കുറച്ചും കൂടി ഗരം മസാല ഇട്ട് ദമ്മായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങിയ മുട്ടല്ലേ, കോഴിമുട്ട, അതും കൂടി വെച്ച് അലങ്കരിച്ച് നമുക്ക് റാവുത്തർ സ്റ്റൈൽ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് ഇട്ട് കഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കിത് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഇതൊന്ന് റെസിപ്പി ഒന്ന് വെറുതെ ഇടാം. പിന്നെ ട്രൈ ചെയ്യാവുന്നവർക്ക് ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഓണിയൻ സാലഡ് വെച്ചിട്ടുണ്ട്, അച്ചാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.